സുഭാഷിതങ്ങൾ 25-ാം അധ്യായത്തിൽ 21-ഉം 22-ഉം വാക്യങ്ങൾ ധ്യാനിക്കുക. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. സുഭാഷിതങ്ങൾ നമുക്ക് നൽകുന്നത് ശക്തമായ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 12-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിലും ഇതുതന്നെയാണ് പറയുക. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂട്ടും. ശത്രുവിനെ വെറുക്കണ്ട, അകറ്റി നിർത്തുകയും വേണ്ട. അവനെ കാണുമ്പോൾ, അവൻ അടുത്തു വരുമ്പോൾ നീ ദൈവസ്നേഹത്താൽ അവനോട് കരുതൽ കാണിക്കുക. അത് അവൻ്റെ ജീവിതത്തിൽ വലിയ പശ്ചാത്താപത്തിൻ്റെ അനുഭവങ്ങൾ ഉളവാക്കും. ഒരിക്കലും അവൻ നിനക്കായി കുതികാൽ ചവിട്ടുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ഉള്ളതിനാൽ നിനക്ക് ഒരിക്കലും അവനെ ഭയപ്പെടേണ്ടതില്ല. ശത്രുവിനെ കീഴ്പ്പെടുത്താൻ അവിടുന്ന് തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് വേണ്ടത് അവിടുന്ന് ക്രമീകരിക്കുന്നു. ആയതിനാൽ ദൈവത്തിൽ നീ വിശ്വസിക്കുക. നിനക്കെതിരെ ഒരിക്കലും ശത്രു ഉയരുകയില്ലെന്ന്. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ ശത്രുവിൻ്റെ മുമ്പിൽ വിജയശ്രീലളിതനാക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ എന്നും ആത്മധൈര്യത്തോടെ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക.